ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറ, എന്നെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? എന്റെ ജീവന് എല്ലാം തയ്യാറാണല്ലോ അല്ലേ? അതെ. ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ കളരിക്കൽ കുടുംബക്കാരോട് വരേണ്ട സമയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഭീതിയുണ്ട്. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ തിരുമേനി. നാഗദൈവങ്ങൾ സംപ്രീതരാണെങ്കിൽ ഇന്ന് ശാപം അവസാനിച്ച് ആ പെൺകുട്ടി ബലിക്കളത്തിൽ നിന്ന് എഴുന്നേക്കും. അല്ലെങ്കിൽ മറ്റൊരു ദുരന്തത്തിന് കൂടി നമ്മൾ സാക്ഷിയാവേണ്ടി വരും. നമ്മുടെ കൺമുമ്പിൽ എല്ലാം കൃത്യമായി നടക്കുന്നുവെന്ന് നമുക്ക് തോന്നാം. പക്ഷേ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബോധപൂർവം ആരെങ്കിലും അത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവന് അപകടമാണ്. അമ്മേ, സർപ്പബലി കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിലും അമ്മ വിഷമിക്കരുത്. അമ്മയുടെ മോള് സന്തോഷത്തോടു കൂടിയാ പോകുന്ന. എന്റെ അമ്മയെ രക്ഷിച്ചു എന്ന സന്തോഷത്തോടു കൂടി. അത് നവീൻ, എന്താ കയ്യില്? അത് പിന്നെ സ്വന്തം അമ്മയെ സിത്താര മേഡത്തിനേക്കാളും സ്നേഹം വളർത്തമ്മയോടാണ് അല്ലേ? എത്ര വലിയ മനസ്സുള്ളതുകൊണ്ടാ തനിക്കിങ്ങനെയൊക്കെ തോന്നുന്നത്? പേടിയുണ്ടോ തനിക്ക്? പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട്. സർപ്പബലി നന്നായിട്ട് തന്നെ നടക്കും. എന്നിട്ട് സന്തോഷത്തോടെ താൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഈ ജീവനുണ്ടല്ലോ, അത് തനിക്ക് വേണ്ടി മാത്രമുള്ളതാ. അത് തട്ടിക്കളഞ്ഞ് തനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്റെ ഹൃദയമെടുപ്പ് തനിക്ക് കേൾക്കാമോ? ഇത് ഗാഥ ഗാഥ എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നവീൻ, എനിക്ക് എന്ത് സംഭവിച്ചാലും നവീൻ ജീവിക്കണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന നവീന. എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടോ തനിക്ക്? എന്റെ മുന്നിലായതുകൊണ്ട് താൻ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. പറ, എന്നെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? എന്റെ ജീവന് എന്റെ ജീവനേക്കാളും എനിക്കിഷ്ടാണ്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. കുറച്ചുനാള് ഈ സ്നേഹം അനുഭവിച്ച് ജീവിച്ചതല്ലേ ഞാൻ. അത് എനിക്ക് സ്വർഗത്തിന് തുല്യായിരുന്നു. മരിച്ചാലും ഈ സ്നേഹം എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവും. ഇല്ലടോ, ഒരു വ്യക്തികൾക്കും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. താൻ നവീന്റേത് മാത്രം.
എഴുന്നേക്കും മോളെ. മോളെ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ കുടുംബത്തിന്റെ ശാപം തീർക്കാനായി ദൈവം അയച്ചതാ നിന്നെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിനക്കുണ്ട്. ദൈവം എന്റെ മോളെ രക്ഷിക്കട്ടെ. ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നത് മുത്തശ്ശി. ഇനി എന്റെ മുത്തശ്ശി കരയേണ്ടി വരില്ല. കാത്തിരുന്ന് മരണത്തിലേക്കുള്ള പോക്ക. സർപ്പബലിയിൽ അവൾ അവസാനിച്ച നവീന്റെ ഭാര്യ നീ തന്നെ. മോളെ, ഇത്രയും വലിയൊരു കർത്തവ്യം നിന്റെ തലയിൽ വന്ന് വീഴുമെന്ന് ഈ അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഈ കുടുംബത്തിന്റെ നന്മയെ കരുതി നീ അത് ഏറ്റെടുത്തു. ഞാൻ നിന്നോട് ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ദേ കണ്ടോ, കണ്ണു നിറഞ്ഞു നിൽക്കുന്ന എന്റെ മോൻ. യഥാർത്ഥ സ്നേഹത്തിന്റെ വില എന്തെന്ന് അവനെ പഠിപ്പിച്ചത് നീയാ. ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അവന് പറഞ്ഞു കൊടുത്തത് നീയാ. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ നിന്ന് പറിച്ചെടുത്ത് കളയാനാവാത്ത വിധം നീ ഞങ്ങളോട് ചേർന്നു പോയി. സർപ്പബലിയുടെ കളത്തിലായിരിക്കും മോളുള്ളത്. പക്ഷെ അഗ്നികുണ്ഡത്തിനുള്ളില ഞങ്ങളൊക്കെ. മനസ്സിലെ തീ കടണമെങ്കിൽ എല്ലാം അവസാനിച്ച് എന്റെ മോളെ എഴുന്നേറ്റ് മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കണം. എല്ലാം ദൈവത്തിന്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ അമ്മേ. സുമിത്രേ, പോകാൻ നേരായി. കൃഷ്ണ